ഹായ് കൂട്ടുകാരെ, നമ്മളിതാ കാട് പിടിച്ച് കിടന്ന സ്ഥലത്ത് കുറച്ച് ഏത്തവാഴയും കപ്പയും ഇടവിളയായിട്ട് നട്ടിട്ടുണ്ട്. വാഴയില ഇടവിളയായിട്ടാണ് നമ്മളിവിടെ കപ്പ നട്ടത്. നമുക്ക് അത്യാവശ്യം നല്ല കൊലയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സൂര്യപ്രകാശം അധികം ഏൽക്കാത്ത സ്ഥലമാണ്. വാഴയ്ക്കിത്തിരി പൊക്കം കൂടിയിട്ടുണ്ട്. ഇവിടുത്തെ മരച്ചിനിക്കൊക്കെ ഇത്തിരി വലിപ്പം കുറവാണ് കേട്ടോ. നല്ല ഇരുട്ട് വാക്കാണ് ഇവിടെ. അപ്പോൾ ഇതുപോലെ ഇരുട്ട് വാക്കും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റും. ഇവിടെ തൊട്ടടുത്ത് അമ്പലമുണ്ട്, അതിൻ്റെ പാട്ടാണ് കേൾക്കുന്നത്. ഇവിടെ നമ്മൾ ഒരൊറ്റ വളം പോലും ചെയ്യാതെയാണ് നമ്മൾ കൃഷി ചെയ്തത്. ഇവിടുത്തെ കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ കപ്പയൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് കപ്പ കിട്ടും. ഇച്ചിരി വളവും കൂടിയിട്ട് നമ്മൾ കൃഷി ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ല കായ്ഫലം കിട്ടിയാനെ. നമ്മളിവിടെ കാട് പിടിച്ച് കിടന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഒന്നും കിട്ടില്ല എന്ന് കരുതി നമ്മൾ കൃഷി ചെയ്തതാണ്. ഇവിടെയൊക്കെ കപ്പ വെടിച്ചു വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കൊല നല്ല മൂപ്പത്താറായിട്ടുണ്ട്. നമ്മൾ ഇവിടെ കാറ്റ് വീശൽ കൂടുതലാണ്. അപ്പോൾ നമ്മളിത് കയറൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഇവിടെ പന്നിശല്യം കൂടുതലാണ്. ഇവിടുത്തെ ഈ കപ്പയൊക്കെ കണ്ട പന്നി തോണ്ടി തള്ളിയതാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഈ ഫ്ലോട്ടിലെ മുഴുവൻ കപ്പയും കുത്തി മറിച്ച് കളഞ്ഞു. എന്താ ഇവിടെയൊക്കെ കുത്തി മറിച്ച് തള്ളിയിട്ടുണ്ട്. ഈ വാഴയൊക്കെ തിന്ന് നിർത്തിയിരുന്നതാണ് പന്നി. അതിൻ്റെ ചുവടിൽ നിന്ന് പിന്നീട് പൊടിച്ചു വന്നതാണ്. കണ്ട, അവിടെ വലിയ വാഴയും ഇവിടെ ചെറിയ വാഴയുമാണ്. ഇവിടെയൊക്കെ ഇളക്കി മറിച്ചിട്ടിരിക്കുകയാണ്. ഒരു തടിമാടൻ പന്നിയാണ് സുഹൃത്തുക്കളെ. അതിൻ്റെ കാൽപ്പാട് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ട, ഗമ്മണ്ടം പന്നിയാണ്. അപ്പം നമ്മളിവിടെ ചിലവൊന്നുമില്ലാതെയാണ് നമ്മൾ കൃഷി ചെയ്തത്. അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അതാ കണ്ട, നിരത്തി കൊല വെച്ചിട്ടുണ്ട്.
വാഴ നട്ട് നമുക്ക് 7-ാമത്തെ മാസം തന്നെ നമുക്ക് കൊല വീഴുന്നു. ഇനി ഒരു 3 മാസം കൂടി ആകുമ്പോൾ നമുക്ക് കൊല വെട്ടിയെടുക്കാം. കൊല വിളയാൻ 3 മാസം വേണ്ടി വരും. തികച്ചും ജൈവ രീതിയിലായതുകൊണ്ട് നമുക്ക് വിഷമില്ലാത്ത ഏത്തക്കായ തന്നെ കഴിക്കാൻ സാധിക്കും.